Hi students, welcome to Learnino. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU S3 Maths Lab Module 1 ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. അതായത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ പാർട്ട് 1 ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, പിന്നെ അത് മാത്രമല്ല എങ്ങനെയാണ് രണ്ട് മെത്തേഡ്സ് മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എങ്ങനെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുക. അത് എലിമിനേഷൻ ബൈ ആർബിട്രറി കോൺസ്റ്റൻസ് ഒരു മെത്തേഡാണ്. അതുപോലെ എലിമിനേഷൻ ബൈ ആർബിട്രറി ഫങ്ഷൻസ് അത് സെക്കൻഡ് മെത്തേഡ്. സോ ഇത്രയും പോർഷൻസ് ആണ് നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്. ലെറ്റ് us start. First of all, Module 1 Partial Differential Equations. അതിൽ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒരു ഇക്വേഷൻ അല്ല, അതിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആയിരിക്കും. ഇപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ വൺ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അതിൽ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആയിരിക്കും. അതിനെയാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ z is equal to dou z by dou x. ഇത് ജസ്റ്റ് റാൻഡം ആയിട്ട് പറഞ്ഞുതരാണ്. പ്ലസ് സൈൻ y dou z by dou y എങ്ങനെ വേണമെങ്കിൽ വരാം. അതായത് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് പ്രസന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ അറിയാം z എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്. കാരണം dou z by dou x and dou z by dou y both are present. That means z depends upon x and y. ഇനി ഈ പറയുന്ന x and y എന്താണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്ക് dou z by dou x, dou z by dou y ടേംസ്. അപ്പോൾ നോർമലി ഇതാണ് നൊട്ടേഷൻസ് നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ ഇക്വേഷൻസിൽ z എന്ന് പറയുന്നത് ഒരു ഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഇനി z ഉം x ഉം y ഉം മാത്രമേ വരുള്ളൂ അങ്ങനെയല്ല, മോർ ദാൻ 3 വേരിയബിൾസും വരാം. ഓക്കെ, അപ്പൊ അത് ആ ഇക്വേഷൻ നോക്കിയാൽ അറിയാം. നമുക്ക് ഈ പാർഷ്യൽ ഡെറിവേറ്റീവ് ടേംസ് നോക്കിയാൽ അറിയാം ഏതൊക്കെയാണ് ഡിപെൻഡന്റ് വേരിയബിൾസ്, ഏതൊക്കെയാണ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇനി നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ ആൻഡ് ഡിഗ്രി ഈ രണ്ട് ടേംസ് നോക്കാം. ഓർഡർ എന്ന് പറയുന്നത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ടേം, അതായത് ഹയസ്റ്റ് ഡെറിവേറ്റീവ് ടേം ഏതാണ് ഇക്വേഷനിലുള്ളത് അതിന്റെ ആയിരിക്കും ഓർഡർ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഉണ്ടാവുക. നെക്സ്റ്റ് ഡിഗ്രി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞ ഹയസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ടേം അല്ലേ, അതിന്റെ പവർ ആണ്. ക്ലിയർ ആയല്ലോ. ഡിഗ്രി എന്ന് പറയുന്നത് ഹയസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവിന്റെ പവർ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ x into dou z by dou x plus y into dou z by dou y is equal to e raised to z. അപ്പോൾ ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ടേംസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ dou z by dou x, dou z by dou y ടേംസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം നമുക്കറിയാം ഇത് ഫസ്റ്റ്, അതായത് ഒറ്റ തവണ z-ന്റെ ഡെറിവേറ്റീവ്സ് കണ്ടിട്ടുള്ളൂ. അതായത് ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്. ക്ലിയർ ആയല്ലോ. ഓൺലി z is differentiated only once. അപ്പൊ ഫസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. ഇനി നമുക്ക് ഡിഗ്രി നോക്കാം. അതായത് ഇപ്പൊ ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞു അല്ലെ, അപ്പൊ ഹയസ്റ്റ് ഓർഡർ 1 ആണ്. അപ്പൊ അതിന്റെ പവർ എന്ന് പറയുന്നത് ഇവിടെ ഇപ്പൊ പവർ എന്നൊക്കെ പറയുന്നത് ഒന്നും തന്നിട്ടില്ല. ദാറ്റ് മീൻസ് പവർ ഇസ് 1. സോ അതാണ് ഡിഗ്രി. അപ്പൊ ഡിഗ്രി ഈസ് ഈക്വൽ ടു 1. ഇനി സെക്കൻഡ് ഇക്വേഷൻ നോക്കൂ. ഇതേപോലെ ഡോ സ്ക്വയർ z ബൈ ഇത് ഡോ എക്സ് സ്ക്വയർ ആണ് ഹോൾ ക്യൂബ് പ്ലസ് ഡോ z ബൈ ഡോ y ഇസ് ഈക്വൽ ടു 0. അപ്പൊ ഇവിടെ നോക്കിയാൽ അറിയാം ഡോ z ബൈ ഡോ y ഒരു ടേം ഉണ്ട്, ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ ഒരു ടേം ഉണ്ട്. സോ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ അതിന്റെ ആണ് ഓർഡർ വരിക. ക്ലിയർ ആയല്ലോ. കാരണം എന്താ, z എന്ന് പറയുന്നത് ഡിഫറൻഷിയേറ്റഡ് ട്വൈസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പൊ അതിന്റെ ഓർഡർ 2 അല്ലേ. സോ നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കുന്നതിന്റെ ഓർഡർ അപ്പൊ നമ്മൾ 2 ആയിട്ട് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ഇതിന്റെ പവർ, ഇപ്പൊ ഈ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ ആ ടേമിന്റെ പവർ കൺസിഡർ ചെയ്യാം. ഇത് ഹയസ്റ്റ് ഓർഡർ ടേമിന്റെ പവർ ആണ് എടുക്കേണ്ടത്. അതാണ് ഡിഗ്രി. ദാറ്റ് ഈസ് 3 ആണ് ഡിഗ്രി വരെ. സോ നമുക്ക് ഈ ഇക്വേഷൻ എന്താ മനസ്സിലായത്, z എന്ന് പറയുന്നത് ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, x and y എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ആണ്. ദാറ്റ് മീൻസ് z is a function of x and y. ഇനി നമ്മൾ ഈ പാർഷ്യൽ ഡെറിവേറ്റീവ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ നൊട്ടേഷൻസ് ആണ് ഡോ z ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു പി. അതായത് z-നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത ആ ഒരു ടേമിനെ നമ്മൾ p ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. സിമിലർലി ഡോ z ബൈ ഡോ y ഇസ് ഈക്വൽ ടു q, ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു r. ഇതെങ്ങനെ കിട്ടും, ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ ഡോ z ബൈ ഡോ എക്സിനെ അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടും.
ഇനി അതുപോലെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ, അതായത് ഡോ സെഡ് ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ കിട്ടും. അതിനെ ടി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. സിമിലർലി ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ, മനസ്സിലായി? അതായത് ഏറ്റവും ഉള്ളിലുള്ള ഡെറിവേറ്റീവ് നോക്കാം. ഡോ സെഡ്, അതായത് വിത്ത് റെസ്പെക്ട് ടു വൈ അല്ല, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് ഡോ വൈ ആണ്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ വൈ ആണ് ആദ്യം ചെയ്യുക, ദെൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഓക്കെ, ഇതിപ്പോ റിവേഴ്സ് ആയിട്ട് എടുത്താലും, അതായത് ആദ്യം ഡോ സെഡ് ബൈ ഡോ എക്സ് കണ്ടിട്ട് ഡോ സെഡ് ബൈ ഡോ വൈ ചെയ്താലും വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. അപ്പൊ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് ഇതേപോലെ എസ് ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇനി ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. ഇതിൽ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ആണ് എലിമിനേഷൻ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്. ഓക്കെ, അപ്പൊ അതെന്താണ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് z equal to ax plus by plus ab, ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാം. അപ്പൊ ഏതൊരു ഇക്വേഷനും നമ്മൾ ചെയ്യുമ്പോൾ LHS and RHS സെയിം ഓപ്പറേഷൻ പെർഫോം ചെയ്യണം അല്ലെ. അപ്പോൾ ഇവിടെ ഡോ സെഡ് ബൈ ഡോ എക്സ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓരോ ടേംസിന്റെ ഡെറിവേറ്റീവ് കാണാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ് ആൻഡ് വൈ ആണ് ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് അല്ലെ. ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നതെങ്കിൽ വൈ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. അതുപോലെ നേരെ റിവേഴ്സ്, അതായത് ജസ്റ്റ് വൈ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുകയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. സോ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് മാറ്റി എഴുതി, എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് വൈ ടേം കോൺസ്റ്റന്റ്, സോ ഈ ടേം 0, എ ബിയും കോൺസ്റ്റന്റ് ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 0. അതുകൊണ്ടാണ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു എ കിട്ടിയത്. സിമിലർലി പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ സോ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ അഗെയിൻ ഈ ഒരു ടേം അതായത് എ എക്സും എ ബിയും കോൺസ്റ്റൻസ് ആവും. സോ ആ ടേംസിന്റെ ഡെറിവേറ്റീവ് 0 ആവും. ബി വൈ എന്ന് പറയുന്ന ടേം ബി കോൺസ്റ്റന്റ് മാറ്റി എഴുതാം, വൈയുടെ ഡെറിവേറ്റീവ് 1. സോ ബി ഇൻറ്റു 1 ദാറ്റ് ഇസ് ബി. ഇപ്പൊ ഡോ സെഡ് ബൈ ഡോ വൈ ബി കിട്ടി. ഇത് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് 2 and 3 ഇപ്പൊ കിട്ടിയ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈയും ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് z ഈക്വൽ ടു a into x അല്ലെ, a into x plus b into y plus a into b, ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. അതിൽ നമ്മൾ ഈ a and b കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യണം. സോ a and b കണ്ടുപിടിച്ച് 2 and 3 ഇക്വേഷൻസ് അല്ലേ, അത് ഈ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ z ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. നെക്സ്റ്റ് ഇതേപോലെ തന്നെ ആർബിട്രറി ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യണം. അപ്പൊ ആർബിട്രറി ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിൽ ഇതുപോലെ ഫൈ അല്ലെങ്കിൽ ജി അല്ലെങ്കിൽ എഫ് ഫങ്ഷൻസ് ആയിട്ട് തരും. ഇപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് കോമ ഓക്കെ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ്, അങ്ങനെ ഫങ്ഷൻസ് ആയിട്ട് തരാം. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഫങ്ഷൻസ് ആയിട്ട് തരുമ്പോൾ ആ ഫങ്ഷൻസിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യണം. അതാണ് എലിമിനേഷൻ ഓഫ് ആർബിട്രറി ഫങ്ഷൻസിൽ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ജസ്റ്റ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഫോർമേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എങ്ങനെയാണ് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാവില്ല. നമുക്ക് പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. അപ്പൊ z ഈക്വൽ ടു എ സ്ക്വയർ എക്സ് പ്ലസ് ബി സ്ക്വയർ വൈ പ്ലസ് എ ബി കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിൽ നിന്ന് എഗെയിൻ നേരത്തെ ചെയ്ത പോലെ ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ നമുക്ക് PDE അല്ല ഫോം ചെയ്യേണ്ടത്, പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പൊ അതിൽ ഈ ഡോ സെഡ് ബൈ ഡോ എക്സ് ഡോ സെഡ് ബൈ ഡോ വൈ ടേംസ് കണ്ടുപിടിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ബാക്കി രണ്ട് ടേംസ് കോൺസ്റ്റൻസ് ആവും. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. ഇപ്പൊ എ സ്ക്വയർ എക്സ് എന്ന് പറയുമ്പോൾ എ സ്ക്വയർ ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1. സോ ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് എ സ്ക്വയർ. സിമിലർലി ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ എക്സ് കോൺസ്റ്റന്റ് ആക്കി എടുക്കണം. അപ്പൊ എക്സിന്റെ ടേമും പിന്നെ എ ബി ആ രണ്ട് ടേംസും കോൺസ്റ്റന്റ് ആവും, അതിന്റെ ഡെറിവേറ്റീവ് 0. സോ ബി സ്ക്വയർ ഇൻറ്റു വൈ, ഇപ്പൊ ബി സ്ക്വയർ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് വൈയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ ബി സ്ക്വയർ ആണ് വരും. ഇതിനി ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ z ഈക്വൽ ടു ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ എക്സ് റേസ് ടു ഹാഫ്. അതായത് നമുക്ക് എ സ്ക്വയർ ആണ് ഡോ സെഡ് ബൈ ഡോ എക്സ് കിട്ടിയിരിക്കുന്നത്. സോ ഇതിൽ നിന്ന് എ എങ്ങനെ കിട്ടാം? സ്ക്വയർ റൂട്ട് ഓഫ് ഡോ സെഡ് ബൈ ഡോ എക്സ്. അപ്പം നമ്മൾ നോർമലി ഇൻ ടേംസ് ഓഫ് പവർ എഴുതണം. ഈ സ്ക്വയർ റൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് റേസ് ടു ഹാഫ് ആണ്. അതുകൊണ്ടാണ് ഡോ സെഡ് ബൈ ഡോ എക്സ് റേസ് ടു ഹാഫ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ റേസ് ടു ഹാഫ്.
ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതായത് ആദ്യം ഫോർമേഷൻ ഓഫ് PDE ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി കോൺസ്റ്റൻസ് നോക്കാം. അപ്പോൾ അതിൽ അഗെയിൻ ഫോം ദ PDE ഫ്രം ദ ഫോളോയിങ് കുറച്ച് ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഫോം ചെയ്യണം. തന്നിരിക്കുന്ന ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് വേണം PDE ഫോം ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കാണും. ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണും. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് കിട്ടും. സോ അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആകുമ്പോൾ വൈ ടേം കോൺസ്റ്റന്റ്. ഇപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്, അതാണ് ശ്രദ്ധിക്കേണ്ടത്, പ്ലസ് അല്ല. അതുകൊണ്ട് ഇത് ആസ് എ കോൺസ്റ്റന്റ് മാറ്റി എഴുതാം. അപ്പോൾ വൈ സ്ക്വയർ പ്ലസ് ബി മാറ്റി എഴുതി. നെക്സ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് എയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയറിന്റെ 2x ആണ് ഡെറിവേറ്റീവ്, എയുടെ 0 വരും. സോ 2x ആണ് ടേം വരും. അപ്പോൾ 2x ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി. ഇത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. അഗെയിൻ ഡോ സെഡ് ബൈ ഡോ വൈ കാണാം. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് പി ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. ദെൻ ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ക്യൂ ആണ്. അഗെയിൻ നമ്മൾ സിമിലർലി ഇതുപോലെ ചെയ്താൽ അതർ ടേം വരും. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എ കോൺസ്റ്റന്റ് മാറ്റി എഴുതി. ദെൻ വൈ സ്ക്വയർ പ്ലസ് ബിയുടെ ഡെറിവേറ്റീവ് എന്താ വരിക? ബിയുടെ 0 ആവും, വൈ സ്ക്വയറിന്റെ 2y. അപ്പോൾ 2y ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ. ഇത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 1 ഇൻറ്റു 2 രണ്ട് ഇക്വേഷൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നമ്മൾ LHS തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ RHSും ചെയ്യാം. അപ്പോൾ P ഇൻറ്റു ക്യൂ, പി ക്യൂ ഇസ് ഈക്വൽ ടു RHS എന്ന് പറയുന്നത് 2x ഇൻറ്റു 2y വരും അല്ലെ, അതായത് 4xy. ദെൻ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് ബി. ഇനി ഈ ഒരു ടേം എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ z ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ 4xy z ആണ് P ഇൻറ്റു ക്യൂ ആയിട്ട് കിട്ടും. ഇതിൽ നിന്ന് z ഇസ് ഈക്വൽ ടു, നമുക്ക് z മാത്രം LHSൽ എഴുതി കഴിഞ്ഞാൽ ബാക്കി ടേംസ് RHSൽ കൊണ്ടുപോകാം. പി ക്യൂ ഡിവൈഡഡ് ബൈ 4xy. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടും. ഈ പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്താ? ഡോ സെഡ് ബൈ ഡോ എക്സും ഡോ സെഡ് ബൈ ഡോ വൈ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, z equal to a into e raised to bx into sin by. അപ്പോൾ അഗെയിൻ നമ്മൾ ആ സെയിം പ്രോസസ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് കാണാം. അപ്പോൾ p കിട്ടും, അതായത് വിത്ത് റെസ്പെക്ട് എക്സ് ആകുമ്പോൾ y കോൺസ്റ്റന്റ്. സോ ഇവിടെ സൈൻ ബി വൈ കോൺസ്റ്റന്റ് മാറ്റി എഴുതി, എയും കോൺസ്റ്റന്റ് ആണ്. a സൈൻ ബി വൈ മാറ്റി എഴുതി. e raised to bxന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. എക്സ്പെൻഷ്യൽ ടേം അതുപോലെ തന്നെ എഴുതുക, e raised to bx ആയിട്ട്. ഇൻറ്റു പവറിന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കാണാം. bxന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? b ആണ് അല്ലെ, കാരണം എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണ്. സോ a സൈൻ ബി വൈ, b e raised to bx. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് വൺ ഡോ സെഡ് ബൈ ഡോ വൈ, അതായത് q ഇസ് ഈക്വൽ ടു അഗെയിൻ വിത്ത് റെസ്പെക്ട് ടു y ആണ്. സോ ബാക്കി ടേംസ് കോൺസ്റ്റന്റ്. a ഇൻറ്റു e raised to bx കോൺസ്റ്റന്റ് മാറ്റി എഴുതി. സൈനിന്റെ ഡെറിവേറ്റീവ് എന്നുള്ളത് കോസ് ആണ്. സൈൻ ബി വൈയുടെ ഡെറിവേറ്റീവ് കോസ് ബി വൈ. ഇനി ബി വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, അതായത് b. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഇത് രണ്ടും ഡിവൈഡ് ചെയ്യാം. കാരണം ഇത് രണ്ട് ഇക്വേഷൻസ് നോക്കിയാൽ തന്നെ അറിയാം കോമൺ ടേംസ് ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഡിവൈഡ് ചെയ്താൽ കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാം. അപ്പൊ a എന്ന് പറയുന്ന ടേം, ദെൻ e raised to bx, ദെൻ b അല്ലെ. ഇത് രണ്ട് ടേംസിലും ഉണ്ട്. സോ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ടേംസ് ക്യാൻസൽ ആവും. അതുകൊണ്ടാണ് സോ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ p ഡിവൈഡഡ് ബൈ q ആണ് LHSൽ വരിക. RHSൽ ഇതേപോലെ സിമിലർ ടേംസ് ക്യാൻസൽ ചെയ്യാം. നമുക്ക് സൈൻ ബി വൈ ബൈ കോസ് ബി വൈ, അതായത് ടാൻ ബി വൈ കിട്ടും. പി ബൈ ക്യൂ ആണ് ടാൻ ബി വൈ. അപ്പോൾ ക്യൂ RHSൽ കൊണ്ടുപോയാൽ ക്യൂ ഇൻറ്റു ടാൻ ബി വൈ കിട്ടി. ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് ബിയുടെ വാല്യൂ നമുക്ക് കിട്ടില്ലേ, അതായത് പി ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് സൈൻ ബി ബൈ. ഫസ്റ്റ് ഇക്വേഷൻ നോക്കിയാൽ ഫസ്റ്റ് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? ബി ഇസ് ഈക്വൽ ടു, ബി എന്ന് പറയുന്ന ടേം ജസ്റ്റ് നമ്മൾ LHSൽ എഴുതാം, ബാക്കി എല്ലാ ടേംസ് അതർ സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ പി ഡിവൈഡഡ് ബൈ എ സൈൻ ബി വൈ ഇ റേസ് ടു ബി എക്സ്, അത്ര ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഈ എ ഇൻറ്റു ഇ റേസ് ടു ബി എക്സ് ഇൻറ്റു സൈൻ ബി വൈ എന്താ? സെഡ് ആണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ പി ബൈ സെഡ്, ഇത്രയും സിംപ്ലിഫൈഡ് ഫോമിൽ നമുക്ക് കിട്ടി. അപ്പോൾ പി ബൈ സെഡ് ഒരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇനി പ്രീവിയസ് ഇക്വേഷൻ, അതായത് ക്യൂ ഇൻറ്റു ടാൻ ബി വൈ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
കാരണം നമുക്ക് ആ ഒരു ഇക്വേഷനിൽ ബി എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റന്റ് ഉണ്ട്, അത് റിമൂവ് ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഈ റീഅറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്തത്. അപ്പോൾ അവിടെ ബിക്ക് പകരം പി ബൈ സെഡ് കൊടുക്കുക ഇപ്പൊ കിട്ടിയത്. സോ ടാൻ ബി വൈയില് ടാൻ ബി വൈ ആ ബിക്ക് നമ്മൾ പി ബൈ സെഡ് കൊടുക്കും. സോ ടാൻ പി വൈ ഡിവൈഡഡ് ബൈ സെഡ്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് പി ഇസ് ഈക്വൽ ടു ഈ തേർഡ് ഇക്വേഷൻ ആണ് കേട്ടോ എങ്ങനെയായത്, പി ഇസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ടാൻ ബിക്ക് പകരം പി ബൈ സെഡ് കൊടുക്കുക. അപ്പോൾ പി വൈ ഡിവൈഡഡ് ബൈ സെഡ്. ഇതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Form PDE of all spheres of radius 1 and center lies on xy plane. നമുക്ക് partial differential equation of all the spheres of radius 1 and ആ സ്ഫിയറിന്റെ റേഡിയസ് xy പ്ലെയിനിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി xy പ്ലെയിൻ എന്ന് പറയുമ്പോൾ z കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ സെന്റർ, അതായത് സെന്റർ ആണല്ലോ ഇതേപോലെ xy പ്ലെയിനിലാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ z കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് ബാക്കി നമ്മൾ x കോർഡിനേറ്റ് എയും y കോർഡിനേറ്റ് ബി എടുക്കാം. z കോർഡിനേറ്റ് 0 ആണ്. അപ്പോൾ സെന്റർ ഓഫ് ദ സ്ഫിയർ എന്താ? a b 0. ഇനി റേഡിയസ് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് 1 ആണ്, യൂണിറ്റ് ആണ്. സോ r is equal to 1. നമ്മുടെ നോർമൽ ഇക്വേഷൻ എന്താ സ്ഫിയറിന്റെ? എക്സ് സ്ക്വയർ, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. പക്ഷെ ഇതിപ്പോ 0,0,0 ഒറിജിനൽ സെന്റർ ആണെങ്കിൽ, ഇപ്പൊ സപ്പോസ് കോർഡിനേറ്റ്സ് ഉണ്ട് ഇതേപോലെ സെന്റർ കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ എക്സ് മൈനസ് ഇതേപോലെ ആ ടേംസ് യൂസ് ചെയ്യുക, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ, ഓക്കെ, പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 0 ഹോൾ സ്ക്വയർ is equal to, ഇവിടെ r എന്ന് പറയുന്നത് 1 ആണ്, അപ്പോൾ 1 സ്ക്വയർ. സോ അതാണ് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 0 ഹോൾ സ്ക്വയർ ഇക്വൽ ടു 1. അതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ ഒരു ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇവിടെ പവർ 2 ഇൻറ്റു, അതായത് എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണല്ലോ. സോ 2 ഇൻറ്റു എക്സ് മൈനസ് എ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് വരും. അത് 1 ആയതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. പ്ലസ് നെക്സ്റ്റ് ഈ ടേംസ് എന്താ വരിക? വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ വരിക? അത് കോൺസ്റ്റന്റ് ആണ്, കാരണം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യണം. സോ ആ ടേം 0 ആയി. ഇനി സെഡ് മൈനസ് 0 ഹോൾ സ്ക്വയർ പറഞ്ഞാൽ സെഡ് സ്ക്വയർ ആണ്. അപ്പോൾ സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2z ഇൻറ്റു സെഡ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ ചെയ്യണേ. സോ 2z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. ക്ലിയർ ആയല്ലോ? ഇസ് ഈക്വൽ ടു, ഇനി ആർ എച്ച് എസിൽ 1 ആണ്, 1ന്റെ ഡെറിവേറ്റീവ് എന്താ? 0. ഇനി ജസ്റ്റ് ഒരു റീഅറേഞ്ച്മെന്റ്, അതായത് 2 കോമൺ ഫാക്ടർ ആണ്, അത് ക്യാൻസൽ ചെയ്യാം. ആർ എച്ച് എസിൽ കൊണ്ടുപോയാൽ 0/2 0 തന്നെ കിട്ടും. ഇനി എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു ഈ സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സിനെ നമ്മൾ ആർ എച്ച് എസിൽ കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്, ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പി ആണ്. സോ മൈനസ് സെഡ് ഇൻറ്റു പി. അപ്പോൾ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് സെഡ് ഇൻറ്റു പി. ഇതാണ് ഒരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഉള്ള തന്നിരിക്കുന്ന ഇക്വേഷൻ, അതിനെ ഇതിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത പോലെ തന്നെ. അപ്പോൾ ജസ്റ്റ് ടേംസ് മാറും, അതായത് ഈ ഒരു ടേം കോൺസ്റ്റന്റ്, അതിന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ വൈ മൈനസ് ബി ഹോൾ സ്ക്വയറിന്റെ ടേം എന്താ വരിക? 2 ഇൻറ്റു വൈ മൈനസ് ബി പ്ലസ് അഗെയിൻ സെഡ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2z ഡോ സെഡ് ബൈ ഡോ വൈ ആണ്. ഈ ഡോ സെഡും ഡോ എക്സ് ആൻഡ് ഡോ വൈ തെറ്റിപ്പോകരുത്, ക്ലിയർ ആയിട്ട് എഴുതുക. ഇനി ആർ എച്ച് എസ് അഗെയിൻ 0 ആണ് ഡെറിവേറ്റീവ്. ഇതിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്തു, സെയിം തന്നെയാണ് വരിക. ഈ z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ റൈറ്റ് സൈഡിൽ പോയാൽ മൈനസ് z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. ഈ ഡോ സെഡ് ബൈ ഡോ വൈ ക്യൂ ആണ്, റീപ്ലേസ് ഇറ്റ് മൈനസ് z ഇൻറ്റു ക്യൂ. അപ്പോൾ വൈ മൈനസ് ബി ഇക്വൽ ടു മൈനസ് z ഇൻറ്റു ക്യൂ കിട്ടി, ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യും. ഇപ്പൊ കിട്ടിയ ഈ 2 ഇക്വേഷൻസ്, അതായത് എക്സ് മൈനസ് എയും വൈ മൈനസ് ബിയും അല്ലെ, ആ 2 ഇക്വേഷൻസ് അത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതായത് എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് മൈനസ് 0 പറഞ്ഞാൽ സെഡ് തന്നെ, സെഡ് സ്ക്വയർ ഇക്വൽ ടു 1 അല്ലേ. അതിൽ എക്സ് മൈനസ് എ റീപ്ലേസ് ചെയ്യാം. സെക്കൻഡ് ഇക്വേഷനിൽ നമുക്ക് എന്താ കിട്ടിയ? മൈനസ് സെഡ് ഇൻറ്റു പി. അതുപോലെ വൈ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് സെഡ് ഇൻറ്റു ക്യൂ. അതുപോലെ സെഡ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതുക, 1 അങ്ങനെ തന്നെ എഴുതുക. സോ മൈനസ് സെഡ് പി ഹോൾ സ്ക്വയർ ആണ്, എക്സ് മൈനസ് എ ഹോൾ സ്ക്വയർ ആണ്, വൈ മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. സോ മൈനസ് സെഡ് പി ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് സെഡ് ക്യൂ ഹോൾ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇക്വൽ ടു 1. അപ്പോൾ ഈ മൈനസ് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പ്ലസ് ആവും. സെഡ് സ്ക്വയർ പി സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ക്യൂ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇക്വൽ ടു 1. സെഡ് സ്ക്വയർ കോമൺ ആണ്, ഔട്ട് സൈഡ് എടുക്കുക, ഇൻറ്റു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 1. ഇതാണ് PDE. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. x square by a square plus y square by b square plus z square by c square equal to 1.
ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ ഈ എ ബി സി കോൺസ്റ്റൻസ് എല്ലാം റിമൂവ് ചെയ്യണം. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2x ബൈ എ സ്ക്വയർ. 1 ബൈ എ സ്ക്വയർ കോൺസ്റ്റന്റ് മാറ്റി എഴുതി. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2x ആണ്. സോ 2x ബൈ എ സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ ബി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോൾ z സ്ക്വയർ ബൈ സി സ്ക്വയറിൽ 1 ബൈ സി സ്ക്വയർ മാറ്റി എഴുതാം. z സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്താ? 2z ഇൻറ്റു ഡോ z ബൈ ഡോ എക്സ്. ക്ലിയർ ആയല്ലോ? 2z ഇൻറ്റു ഡോ z ബൈ ഡോ എക്സ് ബൈ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് 0. ഇനി ഇവിടെ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. സി സ്ക്വയർ, അതായത് ഇവിടെ എൽ സി എം എടുക്കാം. അപ്പൊ സി സ്ക്വയർ ഇൻറ്റു ഇതുപോലെ എക്സ്. അഗെയിൻ ഇവിടെ 2 കോമൺ ഫാക്ടർ ആണ്. ക്ലിയർ ആയോ? എപ്പോഴും സിംപ്ലിഫൈഡ് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം അപ്പോൾ തന്നെ. അപ്പൊ 2 എന്ന് പറയുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ 0 ആക്കും. ഇനി സി സ്ക്വയർ എ സ്ക്വയർ അത് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് താഴെ നമുക്ക് എൽ സി എം ആയിട്ട് എ സ്ക്വയർ സി സ്ക്വയർ വരും. ആർ എച്ച് എസിൽ 0 ആണ്. ആ എ സ്ക്വയർ സി സ്ക്വയർ ഡിനോമിനേറ്ററിൽ, എൽ എച്ച് എസിന്റെ ഡിനോമിനേറ്ററിൽ എ സ്ക്വയർ സി സ്ക്വയർ ആർ എച്ച് എസിൽ കൊണ്ടുപോയാൽ എന്താവും? 0 ഇൻറ്റു ഈ ടേം വരും. അത് 0 കിട്ടും അല്ലേ? സോ ആ ഡിനോമിനേറ്റർ ടേം അങ്ങനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അത് എഴുതിയിട്ടില്ല, കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പൊ ഇവിടെ സി സ്ക്വയർ ഇൻറ്റു 2x അല്ലെ, ആ 2 ക്യാൻസൽ ചെയ്തു. അപ്പൊ സി സ്ക്വയർ ഇൻറ്റു എക്സ് പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരിക? z ഉണ്ട്, ഡോ z ബൈ ഡോ എക്സ് ഉണ്ട്, അതുപോലെ എ സ്ക്വയർ ഉണ്ട്. അപ്പൊ z ഇൻറ്റു എ സ്ക്വയർ ഇൻറ്റു ഡോ z ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. അത് മാത്രമല്ല ഇതിൽ നിന്ന് സി സ്ക്വയർ ബൈ എ സ്ക്വയർ ടേം കണ്ടുപിടിക്കാം. ഓക്കെ, കാരണം നമുക്ക് ഇവിടെ ആവശ്യം വരും. സി സ്ക്വയർ ബൈ എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യണം? ഒരു ടേം ആർ എച്ച് എസിൽ കൊണ്ടുപോകും. സോ സി സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് സെഡ് എ സ്ക്വയർ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ആണ്. ഇതിൽ നിന്ന് നമ്മൾ സി സ്ക്വയർ ബൈ എ സ്ക്വയർ, ഇപ്പൊ എ സ്ക്വയർ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എക്സ് അങ്ങോട്ട് കൊണ്ടുപോകും. സോ മൈനസ് സെഡ് ബൈ എക്സിന്റെ ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇതൊരു സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി എഗെയിൻ നമുക്കിപ്പോൾ കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ സി സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? സി സ്ക്വയർ ഇൻറ്റു 1, അതായത് സി സ്ക്വയർ അല്ലേ? സോ സി സ്ക്വയർ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ വരും. ഇനി z എ സ്ക്വയർ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? എ സ്ക്വയർ കോൺസ്റ്റന്റ് മാറ്റി എഴുതി. z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്, ഇതിന്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കാണേണ്ടത്. ദാറ്റ് മീൻസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ്. z എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നതും പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എ ഇൻറ്റു ബി ഡാഷ് പ്ലസ് ബി ഇൻറ്റു എ ഡാഷ് ചെയ്യുന്ന പോലെ. സോ ഫസ്റ്റ് z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ. അപ്പൊ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. z ഇൻറ്റു ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് നെക്സ്റ്റ് ടേം എന്താ വരിക? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് z, അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു വീണ്ടും ഡെറിവേറ്റീവ് z എന്താ? ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് വരും. അതായത് ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ വരും. ശരിയല്ലേ? അപ്പൊ ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ കിട്ടി. ഫസ്റ്റ് ടേം സി സ്ക്വയർ ആണ്, പ്ലസ് എ സ്ക്വയർ ഔട്ട് സൈഡ് എടുത്തു ആദ്യം പറഞ്ഞ പോലെ. എന്നിട്ട് ബാക്കി രണ്ട് ടേംസിന് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു. അപ്പോൾ z ഇൻറ്റു ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ z ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഇനി ഇതിൽ അഗെയിൻ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. എന്നിട്ട് സി സ്ക്വയർ ബൈ എ സ്ക്വയർ കണ്ടുപിടിക്കാം. ഇസ് ഈക്വൽ ടു മൈനസ് z ഇൻറ്റു ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ z ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ. ഇത് തേർഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. സെക്കൻഡ് ആൻഡ് തേർഡ് കമ്പയർ ചെയ്യാം. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ഇക്വാളിറ്റി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സി സ്ക്വയർ ബൈ എ സ്ക്വയർ, രണ്ടിന്റെയും എൽ എച്ച് എസ് സി സ്ക്വയർ ബൈ എ സ്ക്വയർ ആണ്. സോ രണ്ടിന്റെയും ആർ എച്ച് എസ് ഇക്വേറ്റ് ചെയ്യാം. മൈനസ് സെഡ് ബൈ എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് സെഡ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് ഡോ സെഡ് ബൈ ഡോ എക്സ് ഹോൾ സ്ക്വയർ. ഇനി ചെറിയ റീഅറേഞ്ച്മെന്റ് ചെയ്യാം. അതായത് ഈ രണ്ട് ടേംസ് നമ്മൾ എൽ എച്ച് എസിൽ കൊണ്ടുപോയി. ഈ ഒരു ടേം നെഗറ്റീവ് ആയിട്ട് തന്നെ ഇരുന്നു. സോ സെഡ് ഇൻറ്റു ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, അതായത് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ? നൊട്ടേഷൻ ആർ ആണ്. അതുപോലെ ഡോ സെഡ് ബൈ ഡോ എക്സ് പി ആണ്. അപ്പൊ ഇത് പി സ്ക്വയർ വരും. ഓക്കെ, ദെൻ ഡോ സെഡ് ബൈ ഡോ എക്സ് പി ആണ്. സോ z ഇൻറ്റു ആർ പ്ലസ് പി സ്ക്വയർ മൈനസ് സെഡ് ബൈ എക്സ് ഇൻറ്റു പി ഈക്വൽ ടു 0. ഇനി നോട്ട് ചെയ്യേണ്ട രണ്ട് പോയിന്റ്സ് ഉണ്ട്. അതായത് നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ്. ഇപ്പൊ നമുക്ക് ഒരു തന്നിരിക്കുന്ന ഇക്വേഷനിൽ എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടോ അത്രയും തന്നെ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്യുന്നത് അതിന്റെ ഓർഡർ ഫസ്റ്റ് ആയിരിക്കും, 1 ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നമുക്ക് കിട്ടുന്ന PDE ഇറ്റ് വിൽ ബി ഓഫ് ഫസ്റ്റ് ഓർഡർ. ഓക്കെ, അതായത് വെൻ നമ്പർ ഓഫ് ആർബിട്രറി കോൺസ്റ്റൻസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ്. ഇപ്പൊ A and B ആർബിട്രറി കോൺസ്റ്റൻസ്,
ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ രണ്ടിന്റെയും നമ്പർ സെയിം ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന PDE ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ആർബിട്രറി കോൺസ്റ്റൻസിന്റെ കൗണ്ട് ഗ്രേറ്റർ ദാൻ, അതായത് ഇപ്പോൾ നമുക്ക് എത്ര ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യണം, അതിന്റെ നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ നമ്പർ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുന്നതിന്റെ ഓർഡർ എന്തായിരിക്കും? ഒന്നെങ്കിൽ 2 ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ ഓർഡർ ആയിരിക്കും. ഈക്വൽ ആണെങ്കിലാണ് ഫസ്റ്റ് ഓർഡർ വരിക. ഗ്രേറ്റർ ദാൻ വരുമ്പോൾ എന്താ വരിക? സെക്കൻഡ് ഓർഡർ അല്ലെങ്കിൽ ഹയർ ഓർഡർ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് മെത്തേഡ് ആണ് ഫോർമേഷൻ ഓഫ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ആർബിട്രറി ഫംഗ്ഷൻസ്. നമ്മൾ ആർബിട്രറി കോൺസ്റ്റൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് PDE ഫോം ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ആർബിട്രറി ഫംഗ്ഷൻസ് എലിമിനേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് PDE ഫോം ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് x into y into z is equal to phi of x plus y plus z. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് phi അല്ലെ, phi എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് x plus y plus z ആണ് തന്നിട്ട്. This is equal to x y z. അപ്പോൾ നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്? phi നെ റീപ്ലേസ് ചെയ്യണം. phi ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ഇത് ഒരു ഫംഗ്ഷനെ തന്നിട്ടുള്ളൂ, ഒന്നോ ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസ് വരാം. എത്ര ഫംഗ്ഷൻസ് ഉണ്ടോ അതിനെ നമ്മൾ അത്രയും എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു x പാർഷ്യൽ ഡെറിവേറ്റീവ് കാണുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്. ഇത് പ്രോഡക്റ്റ് ആണ് അല്ലേ, എക്സ് വൈ സെഡ് ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ടേംസ് ഔട്ട്സൈഡ് എഴുതി, എന്നിട്ട് ഇൻറ്റു എക്സും സെഡും എക്സിന്റെ ഫംഗ്ഷൻസ് ആണ് അല്ലെ. എക്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഡിപ്പെൻഡ്സ് ഓൺ എക്സ്, പിന്നെ സെഡ് ഡിപ്പെൻഡ് ഓൺ എക്സ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് സെഡ് എന്താ? ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ സെഡ് വരും is equal to phi of x plus y plus z ന്റെ ഡെറിവേറ്റീവ് എങ്ങനെ കാണാം? നമുക്കത് എന്താ എക്സാക്ട്ലി എക്സ്പ്രഷൻ അറിയില്ല. അപ്പോൾ നമ്മൾ phi dash എന്ന് എടുക്കാം. ക്ലിയർ ആയല്ലോ? phi of x plus y plus z എക്സാക്ട്ലി ഫംഗ്ഷൻ, അതിന്റെ ഇക്വേഷൻ എന്താ, എക്സ്പ്രഷൻ എന്താ നമുക്കറിയില്ല. നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. അതായത് phi dash of x plus y plus z കഴിഞ്ഞിട്ടില്ല, ഇൻറ്റു നമ്മൾ ചെയിൻ റൂൾ ചെയ്യുന്ന പോലെ ഈ x plus y plus z ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x കാണാം. അത് വിട്ടു പോരുത് എഴുതാൻ. അപ്പോൾ x plus y plus z ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ വരിക? എക്സിന്റെ 1 വരും, yയുടെ 0 വരും, z ന്റെ ഡോ z ബൈ ഡോ x വരും. അതാണ് 1 പ്ലസ് ഡോ z ബൈ ഡോ x. ഇത് ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇതേപോലെ തന്നെ തന്നിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അവിടെ ഈ yക്ക് പകരം x വരും, ഇൻറ്റു ഇവിടെ xന് പകരം ഇവിടെ y വരും, then ഡോ z ബൈ ഡോ x ന് പകരം ഡോ z ബൈ ഡോ y വരും. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ y ഇൻറ്റു ഡോ z ബൈ ഡോ y പ്ലസ് z is equal to again phi dash of x plus y plus z ആണ്, ഇൻറ്റു ഈ x plus y plus z ന്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. അപ്പോൾ x ന്റെ ടേം 0 ഉം yയുടെ 1, z ന്റെ ഡോ z ബൈ ഡോ y. അപ്പോൾ 1 പ്ലസ് ഡോ z ബൈ ഡോ y. ഇത് ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ഈ രണ്ടെണ്ണം നമുക്ക് ഡിവൈഡ് ചെയ്യാം. കാരണം എന്താ, ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം RHSൽ phi dash ടേം ഉണ്ട് അല്ല, അതും പ്രോഡക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്, പ്ലസോ മൈനസോ അല്ല. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്താൽ ഈ phi dash നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ റീഅറേഞ്ച്മെന്റ്സ് ചെയ്യാം. ഓക്കെ, കൂടുതൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്താലേ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ ചെയ്യണം, എങ്ങനെയാണ് എലിമിനേറ്റ് ചെയ്യേണ്ടതെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 2 ചെയ്യാം. അപ്പോൾ LHS ചെയ്യുമ്പോൾ y ഡിവൈഡഡ് ബൈ x വരും അല്ലെ, x ഡോ z ബൈ ഡോ x പ്ലസ് z. അതായത് ഡോ z ബൈ ഡോ എക്സിനെ നമ്മൾ p ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, ഡോ z ബൈ ഡോ y നെ q. സോ y ഇൻറ്റു എക്സ് പി പ്ലസ് z ബൈ എക്സ് ഇൻറ്റു വൈ ക്യൂ പ്ലസ് z ഇസ് ഈക്വൽ ടു, ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആവും. അഗെയിൻ ഇവിടെ 1 പ്ലസ് പിയും ഇവിടെ 1 പ്ലസ് ക്യൂ, 1 പ്ലസ് പി ഇൻറ്റു 1 പ്ലസ് ക്യൂ. ഇത് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്യാം. അതായത് ഇവിടെ y ഇൻറ്റു എക്സ് പി പ്ലസ് z, ഓക്കെ, y ഇൻറ്റു എക്സ് പി പ്ലസ് z ഇൻറ്റു 1 ബൈ 1 പ്ലസ് പി, ഇത് LHSൽ കൊണ്ടുപോകാം. other one RHSൽ കൊണ്ടുപോകാം. അപ്പോൾ x ഇൻറ്റു വൈ ക്യൂ പ്ലസ് z ഡിവൈഡ് ബൈ 1 പ്ലസ് ക്യൂ. ജസ്റ്റ് p ആൻഡ് q സെപ്പറേറ്റ് ചെയ്ത് ഇവിടെ എഴുതി, അത്രയേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, z equal to f of 2x plus y plus g of 3x minus y. ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഓൾറെഡി രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ഫംഗ്ഷൻസിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം, അതായത് p കാണാം, ഡോ z ബൈ ഡോ എക്സ് ഈക്വൽ ടു ഓരോ ടേംസും സെപ്പറേറ്റ് കാണാം. അപ്പോൾ എഫ് ഓഫ് 2x പ്ലസ് വൈ നമ്മൾ എന്ത് ചെയ്യണം? എഫ് ഡാഷ് ഓഫ് 2x പ്ലസ് വൈ ചെയ്യുക, ഇൻറ്റു ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുക. 2x പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അത് 2 ആണ് അല്ലേ, കാരണം വൈയുടെ 0 ഉം 2xന്റെ 2 ആണ്. ഇനി ആ ഒരു ടേം കഴിഞ്ഞു, പ്ലസ് g ഓഫ് 3x മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താ? g ഡാഷ് ഓഫ് 3x മൈനസ് വൈ ടേം എഴുതാം, ഇൻറ്റു ചെയിൻ റൂൾ എന്താ?
3x minus y-യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. അപ്പോൾ 3 വരും ഇൻറ്റു 3 എഴുതി. ഇനി ഇതിൽ p ഈസ് ഈക്വൽ ടു അഗെയിൻ, അതായത് ഈ ജസ്റ്റ് കോഎഫിഷ്യൻസ് ഫ്രണ്ടിൽ എഴുതി അത്രേ ഉള്ളൂ. 2f dash of 2x plus y plus 3g dash of 3x minus y. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. സിമിലർലി ഇതേപോലെ q കണ്ടുപിടിക്കുക. അതായത് ഡോ z ബൈ ഡോ y ഇസ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ ഈ എക്സിന് പകരം y ചെയ്യണം അത്രേ ഉള്ളൂ. അപ്പോൾ f dash of 2x plus y വരും, നോക്കിയാൽ തന്നെ അറിയാം അല്ലെ. ദെൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് 2x plus y വിത്ത് റെസ്പെക്ട് ടു y, അപ്പോൾ 1 വരും. ദെൻ നെക്സ്റ്റ് ടേം എന്താ വരിക, g dash of 3x minus y. ദെൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് y, അതായത് -1 വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ f dash of 2x plus y മൈനസ്, ഈ മൈനസ് ഇവിടെ എഴുതാം, മൈനസ് g dash of 3x minus y. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ബാക്കി 3 ടേംസും കൂടി കണ്ടുപിടിക്കാം. അതായത് r, s, t. കാരണം നമുക്ക് ഇപ്പോൾ ഇവിടെ ഡിവൈഡ് ചെയ്താലോ സബ്ട്രാക്ട് ചെയ്താലോ ഇങ്ങനെ ഒന്നും ചെയ്താൽ നമുക്ക് ഈ ഫംഗ്ഷൻ, ഈ എഫും ജിയും എലിമിനേറ്റഡ് ആവില്ല ഇപ്പൊ കിട്ടിയ ഇക്വേഷൻസ്. അതുകൊണ്ട് ബാക്കി ടേംസും കൺസിഡർ ചെയ്യുക. അതായത് r എന്ന് പറയുന്നത് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് സ്ക്വയർ കിട്ടണമെങ്കിൽ p-നെ വിത്ത് റെസ്പെക്ട് ടു x അഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാം അല്ലെ. അതായത് ഡോ z ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ മാർക്ക് ചെയ്തിട്ടില്ലേ, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് വരും, അതായത് 2 മാറ്റി എഴുതാം, f ഡാഷ് എന്താവും, f ഡബിൾ ഡാഷ് ആവും. f ഡബിൾ ഡാഷ് ഓഫ് 2x plus y ഇൻറ്റു അഗെയിൻ 2xന്റെ 2 വരും. ആ 2ഉം ഈ 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് 4 വന്നിരിക്കുന്നത്. അപ്പോൾ 4f ഡബിൾ ഡാഷ് ഓഫ് 2x plus y പ്ലസ് അഗെയിൻ ഇവിടെ 3 ഉണ്ട്, ഇവിടെ വീണ്ടും ഒരു 3 വരും അല്ലെ. ഇത് g ഡബിൾ ഡാഷ് ആവും. അപ്പോൾ 9g ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് y. ഇത് ഇക്വേഷൻ 3 ആയിട്ട് മാർക്ക് ചെയ്യാം. സിമിലർലി s എന്ന് പറയുന്നത് എന്താ, മിക്സഡ് വേരിയബിൾ, അതായത് ഡോ സ്ക്വയർ z ബൈ ഡോ എക്സ് ഡോ y ആണ്. അപ്പോൾ ഡോ z ബൈ ഡോ വൈനെ വിത്ത് റെസ്പെക്ട് ടു x ചെയ്താൽ മതി. അപ്പോൾ ഡോ z ബൈ ഡോ y എന്ന് പറയുന്നത് ഇതേപോലെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഉണ്ട് അല്ലേ, അത് വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാം. ക്ലിയർ ആയല്ലോ. സെക്കൻഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുമ്പോൾ എന്ത് വരും, സെക്കൻഡ് ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു x ചെയ്യാം. ഇത് ഓൾറെഡി ഡോ z ബൈ ഡോ y ആണ്, അതിന്റെ ഡോ ബൈ ഡോ എക്സ് കാണാം. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് കാണുമ്പോൾ f ഡബിൾ ഡാഷ് ഓഫ് 2x plus y വരും അല്ലെ. f ഡബിൾ ഡാഷ് ഓഫ് 2x plus y ഇൻറ്റു വൈയുടെ ടേം 0 ആവും, 2xയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ്, അപ്പോൾ 2 വരും. അപ്പോൾ 2f ഡബിൾ ഡാഷ് ഓഫ് 2x plus y ഇനി മൈനസ് g ഡബിൾ ഡാഷ് ആവും, ദെൻ 3xന്റെ 3 വരും. അപ്പോൾ -3g ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് y. അത് ഇക്വേഷൻ 4 ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ലാസ്റ്റ് വൺ എന്താ ഉള്ളത്, t എന്ന് പറയുന്നത് ഡോ സ്ക്വയർ z ബൈ ഡോ y സ്ക്വയർ ആണ്. അതായത് ഈ ഒരു ഇക്വേഷൻ അഗെയിൻ സെക്കൻഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു y വൺസ് മോർ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ സെക്കൻഡ് ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു y ചെയ്യാം. ഓക്കെ, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് ആവും, ഇതുപോലെ g ഡബിൾ ഡാഷ് ആവും. വിത്ത് റെസ്പെക്ട് ടു y ആകുമ്പോൾ ഇവിടെ 1 വരും, ഇവിടെ എന്ത് വരും, -1 വരും. ഓക്കെ, അപ്പൊ ഈ മൈനസും ഈ മൈനസും എന്താവും, പ്ലസ് ആവും. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് എഫ് ഡബിൾ ഡാഷ് ഓഫ് 2x plus y g ഡബിൾ ഡാഷ് ഓഫ് 3x മൈനസ് y. അതിൽ കോഎഫിഷ്യൻസ് ഇവിടെ ചേഞ്ച് വരുന്നത് സെക്കൻഡിനാണ്, കാരണം മൈനസ് വൈയുടെ ഡെറിവേറ്റീവ് -1 ആണ്. ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, സോ ആ മൈനസ് മൈനസ് പ്ലസ് ആവും. ക്ലിയർ ആയല്ലോ. അതാണ് എഫ് ഡബിൾ ഡാഷ് പ്ലസ് g ഡബിൾ ഡാഷ് ടേംസ് കിട്ടുന്നത്. അത് ഫിഫ്ത്ത് ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇനി ചെയ്യേണ്ടത് 3 + 4 ചെയ്യാം. ആ തേർഡ് ഇക്വേഷനും ഫോർത്ത് ഇക്വേഷനും, അതായത് ആറിന്റെ ഇക്വേഷനും എസിന്റെ ഇക്വേഷനും, രണ്ട് LHS ആഡ് ചെയ്തപ്പോഴാണ് r + s കിട്ടിയത്. ഇതിന്റെ RHS ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡബിൾ ഡാഷിന്റെ കോഎഫിഷ്യന്റ് എന്ത് വരും, 6 ടൈംസ് വരും അല്ലെ. അതേപോലെ g ഡബിൾ ഡാഷിന്റെ 6 ടൈംസ് വരും. അപ്പോൾ 6f ഡബിൾ ഡാഷ് പ്ലസ് 6g ഡബിൾ ഡാഷ് കിട്ടും. ഇനി r + s ഈക്വൽ ടു ഈ 6 ഔട്ട് സൈഡ് എടുക്കുക, ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും, അപ്പോൾ എഫ് ഡബിൾ ഡാഷ് പ്ലസ് g ഡബിൾ ഡാഷ്. ഇത് നമുക്ക് ഓൾറെഡി t ആണെന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ. ഇക്വേഷൻ 5ൽ നിന്ന് tയുടെ നമുക്ക് RHS എന്താ കിട്ടിയത്, എഫ് ഡബിൾ ഡാഷ് പ്ലസ് g ഡബിൾ ഡാഷ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ r + s ഈക്വൽ ടു 60. ഇപ്പോൾ ഇവിടെ ആർബിട്രറി ഫംഗ്ഷൻസ് എഫിനെയും ജിനെയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ എല്ലാ കേസസിലും ഇതേപോലെ RST കണ്ടുപിടിക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ എപ്പോഴും പിയും ക്യൂവും ചെയ്ത് നോക്കാം, ചിലപ്പോൾ അതിൽ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ഡിവിഷനോ അഡീഷനോ സബ്ട്രാക്ഷനോ എന്തെങ്കിലും ചെയ്താൽ ചിലപ്പോൾ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചില കേസസിൽ ഇതേപോലെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലാണ് നെക്സ്റ്റ് ഓർഡേഴ്സ്, അതായത് RST
ടേംസ് കണ്ടുപിടിച്ചിട്ട് അതിൽ റീഅറേഞ്ച്മെന്റ്സ് ചെയ്തിട്ട് ഇതേപോലെ ആർബിട്രറി ഫംഗ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. z equal to y into f of x plus x into g of y. ഇവിടെ again p കണ്ടുപിടിക്കുക, dou z by dou x. ഓക്കെ, dou z by dou x എന്ന് പറയുമ്പോൾ LHS z ന്റെ ഡെറിവേറ്റീവ് dou z by dou x ആണ്. RHS ൽ എന്ത് വരും? y കോൺസ്റ്റന്റ് ആണ്, അപ്പോൾ y into f dash of x അല്ലെ, പ്ലസ് again with respect to x ആണ്, അപ്പോൾ g of y കോൺസ്റ്റന്റ് into ഡെറിവേറ്റീവ് of x എന്താ 1, അപ്പോൾ പ്ലസ് g of y. So p is equal to y f dash of x plus g of y കിട്ടി. അതേപോലെ q എന്ന് പറയുന്നത് dou z by dou y. അപ്പോൾ തന്നിരിക്കുന്ന ഇക്വേഷന് വിത്ത് റെസ്പെക്ട് ടു y LHS ആൻഡ് RHS ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ z ന്റെ dou z by dou y വരും, RHS ൽ എന്ത് വരും? f of x കോൺസ്റ്റന്റ്, y യുടെ വാല്യൂ ഡെറിവേറ്റീവ് 1. സോ f of x പ്ലസ് ഇനി x കോൺസ്റ്റന്റ് മാറ്റി എഴുതി g of y യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്താ? g dash of y. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ ചെയിൻ റൂൾ ഇവിടെയും അപ്ലൈ ചെയ്യണ്ടേ എന്നുള്ള ഡൗട്ട് വരും. തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. പക്ഷെ ഇവിടെ ഓൾറെഡി എക്സ് ആണ്, അപ്പൊ എഫ് ഡാഷ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് ചെയ്താൽ 1 തന്നെയാണ്. മനസ്സിലായി? അതേപോലെ ജി ഓഫ് വൈയുടെ ജി ഡാഷ് ഓഫ് വൈ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ ചെയ്താൽ 1 തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്യാത്തത്. ക്ലിയർ ആയല്ലോ? ഈ എക്സും വൈയും അല്ലാതെ വേറെ ഏത് ടേം വന്നാലും ഇതേപോലെ നമുക്ക് ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. സോ പി ആൻഡ് ക്യൂ ടേംസ് കിട്ടി. നെക്സ്റ്റ് നമ്മൾ ഇവിടെ അഗെയിൻ റീഅറേഞ്ച്മെന്റ് എന്ത് ചെയ്താലും നമുക്ക് ഫംഗ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല, 2 ഫംഗ്ഷൻസ് ഉണ്ടല്ലോ. സോ എസ് കണ്ടു നോക്കുക, ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ. അപ്പോൾ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുമ്പോൾ ഇതിന്റെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടും. ദെൻ എക്സ് ഇൻറ്റു, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ്, അപ്പോൾ ജി ഡാഷ് ഓഫ് വൈ കോൺസ്റ്റന്റ്, എക്സിന്റെ ടേം 1 കിട്ടും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ. ഇനി നമ്മൾ ഒരു എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാണ്, അതായത് എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. ഓക്കെ, നമ്മൾ തന്നെ എക്സ്പ്രഷൻ കൺസിഡർ ചെയ്യാണ്, എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ. അതായത് ഈ പിയും ക്യൂവും നമ്മൾ ഓൾറെഡി കണ്ടു, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സ് ഇൻറ്റു ഇതേപോലെ വൈ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈ. അപ്പോൾ ആ എക്സ് ഉള്ളിലേക്ക് എടുത്തപ്പോഴാണ് ഓരോ ടേംസിനും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. മനസ്സിലായോ? പ്ലസ് അഗെയിൻ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ, ഡോ സെഡ് ബൈ ഡോ വൈയുടെ ഓരോ ടേംസ്, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് വൈ ജി ഡാഷ് ഓഫ് വൈ, സോറി വൈ അല്ല എക്സ് ജി ഡാഷ് ഓഫ് വൈ, അതിന് ഓരോ ടേംസിനെയും വൈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വൈ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് വൈ. അതേപോലെ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് വൈ ഇൻറ്റു എഫ് ഓഫ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് വൈ. ഓക്കെ, ഇതിൽ ഓരോ ടേം നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ? സി, ഓരോ ടേംസിനും എക്സ് വരുന്നത് പിന്നെ വൈ വരുന്നത്. ഓക്കെ, ഇത് ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. ഇനി ഇതിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യേണ്ട ടേംസ്, അതായത് എക്സ് വൈ ഇൻറ്റു, ഇപ്പോൾ ഈ ഫസ്റ്റ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ഗ്രൂപ്പ് ചെയ്യാം. എക്സ് വൈ പുറത്തേക്ക് എടുത്താൽ എഫ് ഡാഷ് ഓഫ് എക്സ് പ്ലസ് ജി ഡാഷ് ഓഫ് വൈ കിട്ടും. ഇനി ബാക്കി ടേംസ് അങ്ങനെ എഴുതാം, പ്ലസ് എക്സ് ജി ഓഫ് വൈ പ്ലസ് വൈ എഫ് ഓഫ് എക്സ്. അതായത് എക്സ് വൈ ഇൻറ്റു ഈ എഫ് ഡാഷ് പ്ലസ് ജി ഡാഷ് നമ്മൾ ഓൾറെഡി ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് കണ്ടുപിടിച്ചു, അതായത് അത് എസ് ആണ് അല്ലെ. അപ്പൊ എക്സ് വൈ എസ് പ്ലസ് ലാസ്റ്റ് 2 ടേംസ് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സെഡ് ആണ്, അപ്പൊ അതും റീപ്ലേസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? സോ എൽ എച്ച് എസ് എന്ന് പറയുന്നത് എന്താ? ഇത് പി, ഇത് ക്യൂ. അപ്പോൾ എക്സ് പി പ്ലസ് വൈ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് വൈ എസ് പ്ലസ് സെഡ്. ക്ലിയർ ആയല്ലോ? ഇതിൽ നിന്ന് സെഡ് മാത്രം എഴുതാം, സെഡ് ഈക്വൽ ടു എക്സ് പി പ്ലസ് വൈ ക്യൂ മൈനസ് എക്സ് വൈ എസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഈ ഫോർമേഷൻ ഓഫ് പി ഡി ഇയിൽ ഒരു മെത്തേഡും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, അതായത് എലിമിനേറ്റിംഗ് ആർബിട്രറി ഫങ്ഷൻസ് തന്നെയാണ്, പക്ഷെ അത് വരുന്ന ഫോം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഫൈ ഓഫ് യു കോമ വി ഈക്വൽ ടു 0 അല്ലെങ്കിൽ എഫ് ഓഫ് യു കോമ വി ഈക്വൽ ടു 0. ഇങ്ങനെ ഒരു ഫോമിലാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന ഫൈ എഫ് എലിമിനേറ്റ് ചെയ്യുക, ആർബിട്രറി ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യുക. അപ്പം അതിന് ഒരു ഡിഫറെൻറ്റ് മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന ഫൈ ഓഫ് യു കോമ വി ഫോമിൽ എടുക്കുക, അതായത് ഫസ്റ്റ് ടേം യു എടുക്കുക എക്സ് വൈ സെഡ്, സെക്കൻഡ് ടേം വി എടുക്കുക എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇത് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്
ആദ്യം തന്നെ നമുക്ക് ഇവിടെ phi എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം അല്ലെ, ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്യണം. സോ നമ്മൾ ഡിറ്റർമിനന്റ് വാല്യൂ എടുക്കുകയാണ്. ഇത് തന്നെ ഫോളോ ചെയ്യും മെത്തേഡിൽ. ഡിറ്റർമിനന്റ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ എക്സ് ദെൻ ഡോ യു ബൈ ഡോ വൈ ഡോ വി ബൈ ഡോ വൈ. ഇതിനെ ഷോർട്ട് കട്ട് ആയിട്ട് ഇതേപോലെ ഷോർട്ട് ഫോം ആയിട്ട് യു എക്സ് എന്ന് എഴുതാം, വി എക്സ് എന്ന് എഴുതാം, യു വൈ വി വൈ. ഓക്കെ, അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡോ യു ബൈ ഡോ എക്സ്. അങ്ങനെയാണ് ഓരോ ടേംസ്, അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇപ്പൊ ഡിറ്റർമിനന്റ് യു എക്സ് വി എക്സ് യു വൈ വി വൈ. ക്ലിയർ ആയല്ലോ? ദിസ് ഇസ് ഈക്വൽ ടു 0 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഫംഗ്ഷനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സോ എഫ് ഓഫ് യു കോമ വി ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഫൈ ഓഫ് യു കോമ വി ഈക്വൽ ടു 0 ഈ ഒരു ഫോമിൽ തന്നിട്ട് നമുക്ക് PDE ഫോം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. സോ ഈ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നമുക്ക് ഓരോ ടേംസും കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ആദ്യം യു എക്സ് കണ്ടുപിടിക്കാം. അപ്പൊ യു എക്സ് എന്ന് പറയുമ്പോൾ ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയി കണ്ടുപിടിക്കണം. വൈയും സെഡും കോൺസ്റ്റന്റ് ആണ്. ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് എന്താ 1, അപ്പൊ വൈ സെഡ് കിട്ടും. ഓക്കെ, ഇനി ഇവിടെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ക്രോസ് പ്രോഡക്റ്റ് ചെയ്തിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ട് ഈക്വൽ ടു 0 കൊടുക്കണം അല്ലെ. അതായത് യു എക്സ് ഇൻറ്റു വി വൈ ഇൻറ്റു വി വൈ മൈനസ് യു വൈ ഇൻറ്റു വി എക്സ് ഈക്വൽ ടു 0 അല്ലെ. അപ്പോൾ ഓരോ ടേംസും കണ്ടുപിടിക്കാനാണ്. ആദ്യം യു എക്സ് ഈക്വൽ ടു വൈ സെഡ് പ്ലസ് എക്സ് വൈ പി. ഇതെങ്ങനെയാണ് കിട്ടുക? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇവിടെ യു എക്സ് പറഞ്ഞു തന്നു, വൈ സെഡ് ഇൻറ്റു 1 ആണ്. പക്ഷെ അവിടെ എൻഡ് ആവുന്നില്ല. കാരണം എന്താ? ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും സെഡും എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വൈ മാത്രമാണ് കോൺസ്റ്റന്റ്. സോ വൈ ഇൻറ്റു വൈ ഔട്ട്സൈഡ് എടുത്തിട്ട് നമ്മൾ എക്സ് ഇൻറ്റു സെഡിന്റെ ഡെറിവേറ്റീവ് കാണുക. മനസ്സിലായോ? അപ്പോൾ ചെയിൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. എക്സ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് അതായത് പി പ്ലസ് സെഡ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 അതാണ് എക്സ് വൈ. ഇനി വൈ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് വൈ പ്ലസ് ഇതേപോലെ എക്സ് വൈ പി ഉണ്ട്, എക്സ് ഇൻറ്റു പി ഇൻറ്റു വൈ അല്ലേ. ഓക്കെ, പി എക്സ് വൈ. ഓക്കെ, പ്ലസ് ഇതേപോലെ വൈ ഇൻറ്റു സെഡ് അതായത് വൈ സെഡ്. ഇങ്ങനെയാണ് ഫസ്റ്റ് ടേം കിട്ടിയത്. ക്ലിയർ ആയല്ലോ? വൈ സെഡ് പ്ലസ് എക്സ് വൈ പി. ഇനി നെക്സ്റ്റ് ടേം ഇതുപോലെ നോക്കാം. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് ഇതേപോലെ ഡോ വി ബൈ ഡോ എക്സ് ആണ്. ഡോ വി ബൈ ഡോ എക്സ്. സോ ഏതൊക്കെ ടേംസ് ആണ് ഡിപ്പെൻഡ് ചെയ്യണം അത് മാത്രം ഡെറിവേറ്റീവ് കണ്ടാൽ മതി. എക്സ് സ്ക്വയറും സെഡ് സ്ക്വയറും, കാരണം ഇവിടെ പ്ലസ് ആണ് ഓരോന്ന് അല്ലെ, ഇൻറ്റു അല്ല, പ്രോഡക്റ്റ് അല്ല. പ്രോഡക്റ്റ് ആണെങ്കിൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. പ്ലസ് ആയതുകൊണ്ട് ഓരോന്നിനെയും സെപ്പറേറ്റ് ആയി എടുക്കുക. അപ്പൊ നമുക്ക് കോൺസ്റ്റന്റ് ടേംസ് 0 ആയി പോകും. സോ വൈ സ്ക്വയറിന്റെ 0 ആയി പോകും. എക്സ് സ്ക്വയറിന്റെ 2x വരും. സെഡ് സ്ക്വയറിന്റെ 2z ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ എക്സ് അതായത് പി. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണ് 2x പ്ലസ് 2z പി കിട്ടുന്നത്. സിമിലർലി യു വൈ എന്ന് പറയുന്നത് അവിടെ എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡ് ആണ്. അപ്പൊ എക്സ് കോൺസ്റ്റന്റ്, വൈ ഇൻറ്റു സെഡിന്റെ ഡെറിവേറ്റീവ് നേരത്തെ പോലെ പ്രോഡക്റ്റ് റൂൾ. സോ വൈ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ആണ് അതായത് ക്യൂ പ്ലസ് സെഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ 1 അതായത് എക്സ് വൈ ക്യൂ പ്ലസ് എക്സ് സെഡ്. മനസ്സിലായല്ലോ? എക്സ് സെഡ് പ്ലസ് എക്സ് വൈ ക്യൂ. ഇനി ലാസ്റ്റ് വൺ ഡോ വി ബൈ ഡോ വൈ അതായത് വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ ഡോ വി ബൈ ഡോ വൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എക്സ് സ്ക്വയറിന്റെ ടേം 0 ആയി പോകും. ദെൻ വൈ സ്ക്വയറിന്റെ 2y വരും. ദെൻ പ്ലസ് സെഡ് സ്ക്വയറിന്റെ 2z ഇൻറ്റു ക്യൂ വരും അല്ലെ, അതായത് 2y പ്ലസ് 2z ക്യൂ. ഇങ്ങനെ ഈ 4 ടേംസ് കിട്ടി. ഇനി ജസ്റ്റ് ഡിറ്റർമിനന്റ് കാണാം. ക്രോസ് പ്രോഡക്റ്റ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് 0 കൊടുക്കാം. ക്ലിയർ ആയല്ലോ? വൈ സെഡ് പ്ലസ് എക്സ് വൈ പി ഇൻറ്റു 2y പ്ലസ് 2z ക്യൂ മൈനസ് എക്സ് സെഡ് പ്ലസ് എക്സ് വൈ ക്യൂ ഇൻറ്റു 2x പ്ലസ് 2z പി ഈക്വൽ ടു 0. അപ്പൊ നമ്മളിവിടെ ഫംഗ്ഷൻ ഫൈ എന്ന് പറയുന്നത് എലിമിനേറ്റ് ചെയ്തു. അത് മാത്രമല്ല ഇനി ഈ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് പിയുടെ ടേംസ് സെപ്പറേറ്റ് ചെയ്യാം, ക്യൂയുടെ ടേംസ് സെപ്പറേറ്റ് ചെയ്യാം. അപ്പൊ അഗെയിൻ ഇങ്ങനെ എഴുതിയാലും ഓക്കെയാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്.
f of x square plus y square comma z minus xy equal to 0. ഇവിടെ again f of u comma v equal to 0 ഫോം ആണ്. സോ ഇപ്പോൾ ഈ പറഞ്ഞ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യാം. u is equal to x square plus y square, v equal to z minus xy എടുക്കാം. ഡിറ്റർമിനന്റ് ux, vx, uy, vy is equal to 0. ഇപ്പോൾ ഓരോ ടേംസ് കാണാം. ux പറഞ്ഞാൽ x square plus y square ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x. നമുക്കറിയാം 2x. സോ 2x എഴുതി. അതുപോലെ vx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? vx എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ടേംസ് വരും. കാരണം z ഉം x നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, x ഉം ഡിപ്പെൻഡന്റ് ആണ്. സോ z ന്റെ ഡെറിവേറ്റീവ് എന്താ? ഡോ z ബൈ ഡോ x. അത് p ആണ്. മൈനസ് ഇനി xy യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്താ? y. സോ p മൈനസ് y. ക്ലിയർ ആയല്ലോ? അതേപോലെ uy എന്ന് പറയുന്നത് 2y വരും. ഓക്കെ, 2y. സിമിലർലി ഡോ v ബൈ ഡോ y വിത്ത് റെസ്പെക്ട് ടു y ആണ്. അപ്പൊ ആദ്യം ഡോ z ബൈ ഡോ y q ആണ്. q മൈനസ് x വരും. q മൈനസ് x. ഇനി നമ്മൾ ഡിറ്റർമിനന്റ് കാണാം. 2x into q minus x minus 2y into p minus y equal to 0. അപ്പോൾ 2x into q minus x minus 2y into p minus y ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ പ്രീവിയസ് ഇതിനേക്കാളും സിംപ്ലിഫൈഡ് ഫോം ആണ്. അപ്പോൾ ജസ്റ്റ് ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുക. ഓക്കെ, ഒരുപാട് ടേംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നിങ്ങൾ ഇലാബറേറ്റ് ചെയ്ത് ടൈം കളയാൻ നിൽക്കണ്ട, അങ്ങനെ തന്നെ എഴുതി വെക്കാം. അപ്പോൾ 2x into q minus 2x square then minus 2y into p minus into minus plus 2y square equal to 0. അപ്പോൾ ഇവിടെ ജസ്റ്റ് 2 എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അതായത് റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി അത് 0 ആക്കും. ഓക്കെ, ദെൻ ജസ്റ്റ് നമ്മൾ y സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അതിങ്ങനെ റീഅറേഞ്ച് ചെയ്തെന്നുള്ളൂ. ഇതും കറക്റ്റ് ആണ്. പ്ലസ് എക്സ് ക്യൂ മൈനസ് വൈ പി ഇസ് ഈക്വൽ ടു 0. ഇതാണ് PDE. താങ്ക് യു.